കൊല്ലം രൂപതയിൽ നിന്നുള്ള BCC ടീം അംഗങ്ങളാണ് ശക്തികുളങ്ങര ഇടവകയിലുള്ള ജോൺ ബ്രിട്ടോ ദേവാലയത്തിൽ ഇന്ന് സന്നിധരായിരിക്കുന്നത്. അഭിമന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിൻ്റെ സന്ദർശനത്തിന് മുമ്പായി ഇടവകയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും മുന്നോട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇടവകയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായി ഇടവക കോർഡിനേറ്റർ സഹോദരൻ ജോസഫിനെ ക്ഷണിക്കുന്നു. ശക്തികുളങ്ങര ഇടവക എന്ന് പറയുന്ന വളരെ വലിയൊരു ഇടവകയാണ്. സെന്റ് ജോൺ ഡി ബ്രിട്ടോ പുണ്യവാന്റെ നാമധേയത്തിലുള്ള ഈ ഇടവകയിൽ 8 വാർഡുകളിലായിട്ട് 72 യൂണിറ്റുകളുണ്ട്. 8 വാർഡുകളും നമ്മൾക്ക് ഇപ്പോൾ 1-ാം വാർഡ് ബെഥേൽ എന്ന് പറയുന്ന വാർഡ്, 2-ാം വാർഡ് ബെത്ലഹേം, 3-ാം വാർഡ് ബെഥനി, 4-ാം വാർഡ് ബെത്സയിദ, 5-ാം വാർഡ് കാനാൻ, 6-ാം വാർഡ് തിബേരിയൂസ്, 7-ാം വാർഡ് ജോർദാൻ, 8-ാം വാർഡ് നസ്രത്ത്. ഇങ്ങനെ ഈ 8 വാർഡുകളിലായിട്ട് നമുക്ക് 72 യൂണിറ്റുകളിലായിട്ട് 144 ആനിമേറ്റേഴ്സും സമിതി അംഗങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് 567 പേര് മൊത്തം അച്ചപാലന സമിതി ഉൾപ്പെടെ നമുക്ക് 567 പേരടങ്ങുന്ന ഒരു വലിയ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സമിതി തന്നെയുണ്ട്. ഈ സമിതികളെല്ലാം തന്നെ എല്ലാ സമിതികളും പ്രത്യേകിച്ചും ഇടവക വികാരി രാജേഷ് മാർട്ടിൻ അച്ഛൻ വന്നതിന് ശേഷം ഈ സമിതികളെല്ലാം വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങളുടെ എണ്ണം പറയാനാണെങ്കിൽ ടോട്ടൽ നമുക്ക് ഏകദേശം 3100ഓളം കുടുംബങ്ങളുണ്ട് ഇത്രയും യൂണിറ്റുകളിലായിട്ട് സജീവമായിട്ട്. അതായത് നമ്മൾ ഓരോ വാർഡിൻ്റെയും പ്രവർത്തനം സുഗമമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ വാർഡിലും 2 കോർഡിനേറ്റേഴ്സിനെ വീതവും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇടവക കോർഡിനേറ്ററിനെ കൂടാതെയാണ് 2 കോർഡിനേറ്റേഴ്സിനെ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഒരു വനിതാ കോർഡിനേറ്ററും ഒരു പുരുഷ കോർഡിനേറ്ററുമാണ്. അപ്പോൾ ഈ കോർഡിനേറ്റേഴ്സും അതുപോലെ തന്നെ വിവിധ സമിതികളിൽ നിന്നുള്ള 6 ശുശ്രൂഷ സമിതികളിൽ നിന്നും നമ്മൾക്ക് 12 പേരുണ്ട്, കൺവീനറും സെക്രട്ടറിയുമായിട്ട്. ഈ സമിതി അംഗങ്ങളുമെല്ലാം വളരെ മികച്ച പ്രവർത്തനമാണ്. അതായത് ഇടവകയോട് ചേർന്ന്, ഇടവക അജപാലന സമിതിയോട് ചേർന്ന്, അത് പറയുമ്പോഴത്തേന് അജപാലന സെക്രട്ടറി ശ്രീ അനിൽ ജോണിനെ എടുത്തു പറയണം, കൈക്കാരൻ സെബാസ്റ്റ്യൻ ജാനെ എടുത്തു പറയണം. ഇവരെല്ലാവരോടും ചേർന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇടവകയിലെ വിശ്വാസ സമൂഹം എന്ന് പറയുന്ന ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വിശ്വാസ സമൂഹം ഒന്നായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന, ഇനി ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആ ദേവാലയത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ആ ഒരു ദേവാലയ നിർമ്മാണം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രാർത്ഥനയോടെ ഇടവക ജനം മുന്നോട്ട് പോകുന്ന എല്ലാ കുടുംബ യൂണിറ്റുകളും വളരെ സജീവമാണ്. എല്ലാ ആനിമേറ്റേഴ്സും എല്ലാ കോർഡിനേറ്റേഴ്സും എല്ലാ സമിതി അംഗങ്ങളും സജീവമാണ്. ഇനിയും സർവേശ്വരൻ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി. പുതിയ ദേവാലയം പണിയുക എന്നുള്ള വലിയൊരു ദൗത്യവുമായിട്ടാണ് ഈ ഒരു സമിതി പ്രവർത്തനമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും സജീവമായി തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഒരു അജപാലന സമിതി അല്ലെങ്കിൽ ഒരു ഇടവക ഭരണസമിതി ചെയ്യേണ്ടത് യഥാർത്ഥ വിശ്വാസമുള്ള ഒരു വിശ്വാസ സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. ആ വിശ്വാസ സമൂഹത്തിൻ്റെ കെട്ടിപ്പടുക്കൽ വളരെ തീവ്രമായി നടക്കുന്നൊരു കാലമാണ് ഈ 2 വർഷം. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഈ ടീം ഒന്നിച്ച് ആ വിശ്വാസ പരിശീലനത്തിൻ്റെ, വിശ്വാസ പോഷണത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് കൂടുതൽ മുമ്പോട്ട് പോകുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി BCCയുടെ 6 സമിതികളും വളരെ സജീവമായി ഇടവകയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരു ടീമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാകാൻ ബഹുമാനപ്പെട്ട BCC ഡയറക്ടർ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിൻ്റെ സന്ദർശനം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ കരുത്ത് പകരാൻ ഈ ഒരുമിച്ച് വന്ന ഈ കൂട്ടായ്മ ഞങ്ങളെ സഹായിക്കുമെന്നുള്ളതിന് സംശയമില്ല. അച്ഛനും ടീമംഗങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ശക്തികുളങ്ങര ദേവാലയം വളരെ പുണ്യപ്പെട്ട ദേവാലയമാണ്. ഒരു നാരകീയ ശക്തികളും ഈ ദേവാലയത്തിൻ്റെ പരിസരത്തെയോ ബാധിക്കുകയില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം ആദിമ ക്രൈസ്തവ സഭയിലേക്ക് തിരികെ പോകാനായിട്ടാണ്. അവിടെ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ കുർബാനയും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളെയും ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ ശക്തമായ കത്തോലിക്ക സഭയിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കി ആദിമ ക്രൈസ്തവയിലേക്ക് ഞങ്ങൾ മടങ്ങുന്നതാണ്. ഏവർക്കും നന്ദി.